പ്രിയങ്കനായ റോഷി അഗസ്റ്റിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈശ്വപ്രാർത്ഥന. ലോകത്തിന്റെ വിവിധ കോണുകളിൽ അധിവസിക്കുന്ന മനുഷ്യർ എത്തിപ്പെടുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന സ്വർഗതുല്യമായ ഒരു പ്രദേശമാണ്. മലകൾ കൊണ്ടും ജലാശയങ്ങൾ കൊണ്ടും എല്ലാം സമ്പന്നമായ നമ്മുടെ ഇടുക്കി. ആ ഇടുക്കിയുടെ കവാടം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന കുടയത്തൂർ പഞ്ചായത്ത് തേക്കടിയിലേക്കും ഇടുക്കിയിലേക്കും കുമളിയിലേക്കും മൂന്നാറിലേക്കും ഒക്കെ പോകാൻ, വാഗമണിലേക്കും ഒക്കെ പോകാൻ ആയിരക്കണക്കിന് മനുഷ്യർ സ്ഥിരമായി ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാലമാണ് കാഞ്ഞാർ പാലം. ആ പാലം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പണിതു എന്നുള്ളത് കൊണ്ട് തന്നെ വികസനത്തിന്റെ നാളുകൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ റോഡിൽ വാഹനങ്ങളുടെയും യാത്രികരുടെയും എല്ലാം എണ്ണം വർദ്ധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ പാലത്തിന് അതിലെ നടക്കുന്ന മനുഷ്യർക്ക് സുരക്ഷിതമായി പാലം കടന്നു പോകുന്നതിന് ഒരു നടപ്പാലം ആവശ്യമാണ് എന്നുള്ള ആവശ്യത്തിന് നാളുകളുടെ പഴക്കമുണ്ട്. അത് കൃത്യമായി പ്രിയപ്പെട്ട മിനിസ്റ്ററെ അറിയിക്കുന്നതിനും അതിനുവേണ്ടി ഇടപെടൽ നടത്തുന്നതിനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 3,62,00,000 രൂപ വിനിയോഗിച്ചുകൊണ്ട് കാഞ്ഞാർ പാലത്തിൽ കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിന് അവസരമൊരുക്കുന്നതിന് വേണ്ടി നടപ്പാലം നിർമ്മിക്കാൻ വേണ്ടിയുള്ള ഭരണാനുമതിയും അതിന്റെ ടെൻഡർ നടപടികളും പൂർത്തീകരിച്ച് കോൺട്രാക്ടർ എഗ്രിമെന്റും വെച്ച ഒരു വലിയ സന്തോഷത്തിന്റെ ദിവസങ്ങളിലാണ് നാം ഇപ്പോൾ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് ഈ പാലം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം അല്ലെങ്കിൽ നമ്മളെക്കാളേറെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്ത ഇടുക്കിയുടെ പ്രിയപ്പെട്ട MLA കൂടിയായിട്ടുള്ള ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനാണ്. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹപൂർവ്വം ഏറ്റവും ആദരവപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഔപചാരികമായി ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമുക്കെല്ലാം അറിയാം, കേരളത്തിന്റെ ഏറെ പ്രിയപ്പെട്ട ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസ് ആണ്. ഇപ്പോ ഇന്നലെ നിങ്ങളൊരു വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ ടൂറിസം മാപ്പിന്റെ അകത്ത് ഇടം പിടിക്കാൻ പോകുന്ന തരത്തിലേക്ക് കേബിൾ കാർ പദ്ധതി നമ്മുടെ നാടുകാണി തുമ്പച്ചി മലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നടപ്പാക്കാൻ വേണ്ടിയുള്ള അതിന്റെ പഠനത്തിന് അനുമതിയായി അതിനു വേണ്ടിയിട്ട് തുക നീക്കി വെച്ച് അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കേബിൾ കാർ പദ്ധതിക്ക് വേണ്ടി ഇങ്ങനെ ഇടുക്കിയിലെ വിവിധ പ്രദേശങ്ങളെ ടൂറിസം മാപ്പിന്റെ അകത്ത് അടയാളപ്പെടുന്നതിന് വേണ്ടിയിട്ട് നിതാന്തമായി പരിശ്രമിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ PA മുഹമ്മദ് റിയാസ് ആണ് ഇതിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. അദ്ദേഹം ഓൺലൈനായിട്ട് ഇവിടെ അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എന്നാൽ അവിചാരിതമായി ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് എത്തേണ്ടി വന്നു. ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഓൺലൈനായി പരിപാടിയുടെ ഭാഗമാകുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുക. ഇടുക്കി നിയോജക മണ്ഡലത്തിലെ കാഞ്ഞാർ പുതിയ നടപ്പാലം നിർമ്മാണ പ്രവൃത്തി വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. കാഞ്ഞാർ പാലത്തിൽ കാൽനട യാത്രക്കാർക്കുള്ള സൗകര്യം ഇല്ലാത്തതിനെ തുടർന്നാണ് പുതിയ പാലം വേണമെന്ന് തീരുമാനമെടുത്തത്. ഈ നാട് ഏറെ കാലമായി ആഗ്രഹിച്ച പദ്ധതിയാണ്. നാട്ടുകാർക്കും സഞ്ചാരികൾക്കും ഒക്കെ ഗുണകരമാകുന്ന പദ്ധതി. ഈ പദ്ധതി നടപ്പിലാക്കുമെന്ന വാഗ്ദാനമാണ് ഇവിടെ പാലിക്കാൻ പോകുന്നത്. പറയുന്നത് ചെയ്യുകയും ചെയ്യാനാകുന്നത് മാത്രം പറയുകയും ചെയ്യുന്ന സർക്കാരാണ് LDF സർക്കാർ. LDF സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് കാണാൻ സാധിക്കും. നമ്മുടെ ബഹുമാനായ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി നടപ്പാലത്തിന്റെ ഈ പാലത്തിന്റെ നടപ്പാത നിർമ്മാണം ഉദ്ഘാടനം ചെയ്ത ഈ നാടിന്റെയും നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും സന്തോഷദായകമായ ഒരു നിമിഷമാണ്. കാഞ്ഞാർ ജനതയുടെ എക്കാലത്തെയും ഒരാവശ്യമായിരുന്നു എന്ന് മാത്രമല്ല, ഈ നാടിന്റെ പുരോഗതിയുടെയും അപകടരഹിതമായ യാത്രയ്ക്കും ഏറ്റവും അനുയോജ്യമായ ഒരു നിർമ്മാണ പ്രവർത്തനത്തിനാണ് തുടക്കം കുറിക്കുന്നത്. ഈ നടപ്പാത ആവശ്യപ്പെട്ടുകൊണ്ട് ഏറെക്കാലമായി നടത്തിയ ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നേതൃത്വം കൊടുത്തവർ അവരെല്ലാം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. പക്ഷെ ഇത് യാഥാർത്ഥ്യമാകാൻ താമസമെടുത്തു. അത് തന്നെ ഒട്ടേറെ ചർച്ചകൾക്കും തെറ്റിദ്ധാരണകൾക്കും എല്ലാം ഇട നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയാതെ പോകുന്നതും ശരിയല്ല. പക്ഷെ ഇക്കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ഒരു നിതാന്തമായ പ്രയത്നം അതിനുണ്ടായിരുന്നു എന്നുള്ളത് ഇത് യാഥാർത്ഥ്യമാകുമ്പോഴെങ്കിലും എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു.
ഇതിനാവശ്യമായ ഫണ്ട് അനുവദിക്കപ്പെട്ടെങ്കിലും 4 പ്രാവശ്യം ടെൻഡർ ചെയ്തിട്ടും ഒരു കരാറുകാരിൽ പങ്കെടുക്കാത്ത അവസ്ഥയുണ്ടായി. ആ സന്ദർഭത്തിലാണ് ഇതിന്റെ ഡിസൈനിൽ മാറ്റം വരുത്തിക്കൊണ്ട് വീണ്ടും വർക്ക് ടെൻഡർ ചെയ്ത് പ്രവൃത്തി പത്രത്തിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ആമുഖമായി ഞാൻ സൂചിപ്പിക്കുന്നത്, പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലും അത് വാക്കുവ്യത്യാസം കാണിക്കുന്നതിലും ഈ ഗവൺമെന്റ് പ്രതിനിധികളോ ഒരിക്കലും ജനങ്ങളെ കബളിപ്പിക്കുന്ന പ്രശ്നം ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, ഈ നാടിന്റെ പുരോഗതിയാണ് നമ്മുടെ ലക്ഷ്യമെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന ഒരു നേർക്കാഴ്ചയാണ് ഈ പാലത്തിന്റെ നടപ്പാത പൂർത്തിയാകുമ്പോൾ കാണാൻ കഴിയുന്നത് എന്ന ആമുഖമായി തന്നെ സൂചിപ്പിക്കുന്നു. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുക. ആ ക്ഷേമ പെൻഷനുകൾ എത്രയോ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കാണ്, ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്കാണ് സഹായമായി മാറുന്നത്. കാർഷിക മേഖലയ്ക്ക് താങ്ങായി റബ്ബറിന്റെ വിലസ്ഥിരത ഫണ്ട് 200 രൂപയാക്കി ഉയർത്തി. നെല്ലിന്റെ താങ്ങുവില 30 രൂപയാക്കി ഉയർത്തി. ഗവൺമെന്റ് ജീവനക്കാരുടെ DA ഉൾപ്പെടെ കൊടുക്കുന്നതിനെടുത്ത തീരുമാനം ഈ നവംബർ കഴിഞ്ഞ 1-ാം തീയതി മുതൽ അത് പ്രാബല്യത്തിൽ വന്നു. ഈ കേരളപ്പിറവി കേരളത്തിന് ഇരട്ടി മധുരം നൽകിയ കേരളപ്പിറവിയായി മാറി. കിടപ്പിരോഗികളെ കിടക്കുന്നവരുണ്ട്, ഭക്ഷണം ആവശ്യമുള്ളവരുണ്ട്, വീടില്ലാത്തവരുണ്ട്. അവരെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന ഒരു പദ്ധതിക്ക് നമുക്ക് രൂപം കൊടുക്കണം. അതിനാവശ്യമായ നടപടികളാണ് നമുക്ക് അനിവാര്യം എന്നത് സൂചിപ്പിക്കുകയാണ്. നമുക്ക് വഴി യാത്ര ചെയ്യുമ്പം പണമില്ലാത്ത ഒരാൾ നിന്നാൽ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലെങ്കിൽ നമ്മൾ അവരെ സഹായിക്കും, ഭക്ഷണം മേടിച്ചു കൊടുക്കും. ചികിത്സയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ആശുപത്രി പോകാനുള്ള സഹായം ചെയ്യും. പക്ഷെ അതൊന്നും പൂർണ്ണമായി ഒരു വ്യക്തിയെ സംരക്ഷിക്കലാവില്ല. അവരെ പൂർണ്ണതോതിയെ സംരക്ഷിക്കുക. 2021 മുതലുള്ള 4 വർഷക്കാലം നീണ്ടുനിന്ന ഭഗീരഥ പ്രയത്നം 60,000-ത്തിലധികം ആൾക്കാരുണ്ടെന്ന് കണ്ടെത്തി. പാർപ്പണമില്ലാത്തവര്, ആരോഗ്യ രംഗത്ത് ചികിത്സ ആവശ്യമുള്ളവര്, പല വിധത്തിലുള്ള ആൾക്കാർ. ഈ കേരളപ്പിറവി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നവകേരള പിറവിയായി മാറി. ഇന്നത്തെ അവസ്ഥയെടുത്ത് പരിശോധിച്ചാൽ അതിദരിദ്രരില്ലാത്ത മുക്തി നേടിയ ഒരു സംസ്ഥാനം ഈ രാജ്യത്തുണ്ടെങ്കിൽ അത് ഇന്ത്യ രാജ്യത്തെ ഈ കൊച്ചു കേരളമാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും. ധാരാളം നേട്ടങ്ങൾ ഇവിടെ ഇപ്പൊ റിയാസ് മന്ത്രി സൂചിപ്പിച്ചില്ലേ. നമ്മുടെ റോഡുകൾ ഏതാ മോശം? ഇപ്പൊ മോശമുള്ള റോഡ് ഇവിടെ ഉള്ളത് കാഞ്ഞാർ ആനക്കയം റോഡാണ്. ഇത്തരം കാര്യം ചെയ്യാമെങ്കിൽ പിന്നെ കാഞ്ഞാർ ആനക്കയം റോഡ് വെറുതെ കിടക്കുന്നാണോ നാട്ടുകാർ വിചാരിക്കുന്നത്? 2 ദിവസം കൊണ്ട് ആ പൈപ്പിന്റെ പണി തീരും. ഞാൻ പൗരിയിൽ വന്നത് അത് 1-2 മാസം കഴിയുന്നതിന് മുമ്പ് ആ കാഞ്ഞാർ ആനക്കയം റോഡും മനോഹരമായി പണി പൂർത്തിയാക്കുമെന്നുള്ള കാര്യത്തിൽ ആശങ്കയാർക്കും വേണ്ട. ആ നില മാത്രമല്ല, ടൂറിസത്തിന്റെ അനന്തമായ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിയില്ല. കഴിഞ്ഞ നിയമസഭാ ബഡ്ജറ്റിലാണ് ഈ കേബിൾ കാർ ബഡ്ജറ്റിൽ കൊണ്ടുവന്നത്. അതിന്റെ സാധ്യത പഠനത്തിന് പണം അനുവദിച്ചു കൊടുത്ത് സാധ്യത പഠനം ആരംഭിച്ചില്ലേ? നോക്കാം എത്രത്തോളം പറ്റുള്ളൂ. ഈ കാഞ്ഞാറ് കേന്ദ്രീകരിച്ച് നല്ല ടൂറിസം പദ്ധതി കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് കോളപ്പുര കാഞ്ഞാർ ഇറിഗേഷൻ ടൂറിസം പ്രോജക്ട്. അതിന്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുക 116 കോടി രൂപ ചെലവ് വരുന്ന കോളപ്പുര ടു കാഞ്ഞാർ ടൂറിസത്തിന്റെ പദ്ധതിക്ക് ജാനുവരി ഫെബ്രുവരി മാസത്തോടു കൂടി അതിന്റെ പ്രവർത്തിപത്രത്തിലെത്താൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ മഹാ മാറുണ്ട്. ഈ പ്രദേശത്തെ സാധ്യതകളെ ആ നിലയിലല്ലേ നമ്മൾ കാണേണ്ടതായിട്ടുള്ളത്. അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ. ഇടുക്കിയിലേക്ക് പോയി ഇറിഗേഷൻ ടൂറിസം, ഇറിഗേഷൻ മ്യൂസിയം, മൾട്ടിപ്ലസ് തിയേറ്റർ, ഇടുക്കി ആർച്ച് ഡാമിൽ ലേസർ ഷോ, അങ്ങനെ നിരവധിയായ ടൂറിസം പദ്ധതികളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. വളനാവിലേക്ക് വടക്കേപ്പുഴ ടൂറിസം പദ്ധതി 2 മാസത്തിനകം നമുക്ക് തുടങ്ങാൻ സാധിക്കുന്ന പദ്ധതിയായിട്ട് മാറി. നമ്മുടെ ചക്കിക്കാവ് റോഡ്, ആ റോഡിൽ കുഴപ്പമുണ്ടാവില്ല. ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പരിഹരിച്ചു. താമസിയാതെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് ചക്കിക്കാവ് റോഡ് നിർമ്മാണവും താമസിയാതെ നടത്താൻ കഴിയുന്ന സ്ഥിതിയിൽ എത്തിയിട്ടുണ്ടെന്നുള്ളതും ഈ തരുണത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കും. ഈ പഞ്ചായത്തിന്റെ ഫ്രണ്ടില് പണ്ടോട്ടേ പറയുന്നത് ഒരു വോളിബോൾ കോർട്ട്, ഇവിടെ ഒരു മിനി ഫുട്ബോളിന്റെ സംവിധാനം, ഈ നിലയിലുള്ള കാര്യങ്ങൾക്കല്ല NVIPയുടെ സേവനം ആവശ്യമുണ്ട്. അപ്പം വാട്ടർ ലെവല് വിട്ട് നിൽക്കുന്ന സ്ഥലത്ത് ഒരു പൊസിഷൻ എടുത്തുകൊണ്ട് അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ഈ 2 കാര്യങ്ങളും യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം ഈ മീറ്റിംഗ് വെച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഇവിടുത്തെ ഡെവലപ്മെന്റ്സിന് അത്യന്താപേക്ഷിതമാണ്. ആ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകും. അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഞാൻ വാക്കുകൾ പ്രസംഗിക്കട്ടെ. നമ്മുടെ ഈ നാടിന്റെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളിൽ ആരംഭിക്കാൻ പോകുന്നത് മൂലമറ്റം കോട്ടമല റോഡ്. നിങ്ങൾക്കറിയാം എത്ര കാലം ഇട്ട് കിടന്നു, ടെൻഡർ ചെയ്തിട്ട് ആരും വരുന്നില്ല, എക്സസൈസ് പിന്നെ മന്ത്രിസഭാ യോഗത്തിൽ കൊണ്ട് അംഗീകരിപ്പിച്ചാൽ ഇപ്പൊ ആ റോഡ് ഏറ്റെടുത്ത് നടത്താൻ പോകുന്നത്. കാഞ്ഞാറിന്റെ പകച്ചായി മാറുന്ന അതിവിശാലമായ ടൂറിസം സാധ്യതയും അതോടൊപ്പം വികസന രംഗത്ത് കൂടുതൽ മാറ്റങ്ങൾ കിടം കൊടുക്കുന്ന ഒട്ടേറെ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള ഒരു പ്രാരംഭമായി മാത്രം നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി. ഇതോടൊപ്പം ഒരു സന്തോഷ വാർത്തയെ കൂടി നിങ്ങൾ അറിയിക്കുന്നു. കാഞ്ഞാർ പുള്ളിക്കാരമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മുറ്റൂർ റോഡ്. കാഞ്ഞാർ പുള്ളിക്കാരൻ റോഡിന്റെ ഡെവലപ്മെന്റ്സ് ടൂറിസത്തിന്റെ സാധ്യതകൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ്. ആ കാഞ്ഞാർ പുള്ളിക്കാരൻ റോഡിന്റെ ആദ്യഘട്ട നിർമ്മാണത്തിന് വേണ്ടി 8 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നുള്ള വിവരം കൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കുക. ആ നില വരുമ്പോൾ നമ്മുടെ ഈ പ്രദേശത്തെ മാറ്റങ്ങൾക്ക് കുറെ കൂടി സാധ്യതകൾ വർദ്ധിച്ചു വരികയാണ്. ടൂറിസം പ്രോജക്ട്സ് നമുക്ക് ജാനുവരിക്ക് മുമ്പായി തന്നെ അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് പ്രവേശിക്കും.
അങ്ങനെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി എല്ലാ ജനങ്ങളുടെയും നല്ല സഹകരണത്തോടുകൂടി ഈ നാടിന്റെ ഡെവലപ്മെന്റ്സിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഏറെ അഭിമാനത്തോടു കൂടി ഈ നടപ്പാതയുടെ നിർമ്മാണം ബഹുമാനായ മന്ത്രി ശ്രീ റിയാസ് നിർവഹിച്ചത് വളരെ അഭിമാനത്തോടു കൂടി നമ്മൾ നോക്കിക്കാണുന്നു. സമയബന്ധിതമായി വർക്ക് പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകണമെന്ന് കോൺട്രാക്ടറുമായി സംസാരിച്ചിട്ടുണ്ട്. ആ നിലയിൽ ഇവിടെ ഒരു ചെക്ക് ഡാം ഉൾപ്പെടെ വിശാലമായ മറ്റ് നടപടിക്രമങ്ങളും ജാനുവരിയിലൂടെ നമുക്ക് ആരംഭിക്കാനായിട്ട് സാധിക്കും. എല്ലാവിധ ആശംസകളും ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഷിയാസിനെയും ഭരണസമിതിയെയും അതോടൊപ്പം തന്നെ ഇതുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന നല്ലവരായ എല്ലാ നാട്ടുകാരെയും. കുടിവെള്ളത്തിന്റെ പ്രശ്നം പറയേണ്ടതില്ലാത്തതുകൊണ്ടാണ്. എല്ലാ വീട്ടിലും നല്ല കുടിവെള്ളത്തുണ്ട്, അതിന്റെ പദ്ധതി നടക്കണ്ട്, അതിന് റോഡൊന്നും മുറിക്കേണ്ടി വരും. ആ റോഡ് മുറിച്ചാൽ ഉടനെ ആ റോഡ് തീർന്നു പോകുന്ന വിചാരിക്കണ്ട. വെള്ളം പൈപ്പിൽ വീട്ടിലെത്തണമെങ്കിൽ റോഡ് മുറിച്ചല്ലേ പറ്റൂ. ഒരു ഓപ്പറേഷൻ നടത്തുമ്പോൾ ഉണ്ടാകുന്ന വേദന അല്പ അസഹിഷ്ണുത രൂപപ്പെടുത്തുന്നതാണെങ്കിലും രണ്ടാഴ്ച കഴിഞ്ഞ് അതെല്ലാം ഉണങ്ങി സുഖപ്പെട്ട് കഴിയുമ്പോൾ നല്ല നിലയിൽ നടക്കാൻ പറ്റും. രാവിലെയും വൈകിട്ട് മാത്രമല്ല 24 മണിക്കൂറും 365 ദിവസവും വേനൽക്കാലത്തും മഴക്കാലത്തും നല്ല വെള്ളം ശുദ്ധി ചെയ്ത് വീട്ടിൽ കിട്ടിയാൽ നമ്മുടെ ജീവിതഭാരം പകുതി കുറഞ്ഞില്ലേ. നമ്മൾ ആവശ്യത്താണ് ചെയ്തിരിക്കുന്ന ഈ പദ്ധതി ഈ പഞ്ചായത്തിന്റെ എല്ലാ ഭാഗത്തും നല്ല ശുദ്ധികൾ ഉറപ്പുവരുത്താനായിട്ട് നമ്മൾ ശ്രമം നടത്തും. അത് വിജയിക്കും. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കി പോകേണ്ടതായിട്ടുണ്ട്. അതിലേറെ സന്തോഷമുണ്ട് പ്രിയപ്പെട്ടവര്. മകരവിളക്ക് തുടങ്ങുന്നില്ലേ? അയ്യപ്പ ഭക്തര് ശബരിമലയിലേക്ക് എത്തുമ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തർക്ക് വെള്ളം കൊടുക്കാൻ എന്തായിരുന്നു മാർഗം ഇതുവരെ? അതിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കോട്ട് ചെയ്ത സ്പാൻ കൺസ്ട്രക്ഷൻസിന് ഈ പ്രവൃത്തി സെലക്ഷൻ നോട്ടീസ് നൽകി എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനതയുടെയും തൊടുപുഴ കട്ടപ്പന ഹൈറേഞ്ചിലേക്ക് പോകുന്ന പാലത്തിന്റെ നടപ്പാതയുടെ ഉദ്ഘാടനമാണല്ലോ ഇവിടെ ഇന്ന് നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നത്.